എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്ന ആമ്പൂർ ചിക്കൻ ബിരിയാണിയാണ്. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കാൻ നോക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 10-12 ഉണക്കമുളക് ചൂടുവെള്ളത്തിൽ 15 മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. അതിനുശേഷം പാൻ ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ, 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് ഓൾ സ്പൈസസ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 4 സവാളയും 4 പച്ചമുളകുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. സവാളയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിക്കയും പുതിനയിലയും മല്ലിയിലയും ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചില്ലി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ടേസ്റ്റിന് ആവശ്യമായുള്ള ഉപ്പൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് തൈരൂടെ ചേർത്ത് ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനോടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ കുക്കാവുന്ന ടൈം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായുള്ള റൈസ് തയ്യാറാക്കിയെടുക്കാം. റൈസ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ചിക്കനും കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുത്ത് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിലെ ബാക്കിയുള്ള വെള്ളവും കൂടെ നന്നായിട്ട് വറ്റി കിട്ടും. ചിക്കൻ കറി കുക്കായപ്പോൾ അതിലെ കുറച്ച് ഗ്രേവി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഒരു 20 മിനിറ്റിന് ശേഷമാണ് ഞാനിത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആമ്പൂർ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ ഒക്കില്ല. ഒരു നല്ലൊരു സ്മെല്ലാണ് നമുക്ക് ആ ലിഡ് തുറക്കുമ്പോൾ തന്നെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. ഇതാ കണ്ടില്ലേ, ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി നല്ല ജ്യൂസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ ഈ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.